പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഹിസ്റ്ററിയിൽ ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും ഭീകരമായ രണ്ട് പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്: ഫാസിസവും നാസിസവും. നമുക്കറിയാം, ലോകത്തിലാകമാനം ഫാസിസം ആൻഡ് നാസിസം കമ്പാരിസൺ ചെയ്യുമ്പോൾ നാസിസം എന്ന് കേൾക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനിയിലുണ്ടായ ഏകാധിപത്യ പ്രവണത, ഫാസിസം എന്ന് കേൾക്കുമ്പോൾ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഇറ്റലിയിലുണ്ടായ ഏകാധിപത്യ പ്രവണത. ഇതിൻ്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു, ഡേഞ്ചറായിരുന്നു. പല യൂറോപ്യൻ കൺട്രീസും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അധികാരം നഷ്ടപ്പെടുകയും അനാഥമാക്കപ്പെടുകയും ചെയ്തു. ജനങ്ങൾ തൊഴിൽ രഹിതരാകുകയും നാണയപ്പെരുപ്പവും സാമ്പത്തിക മേഖല എക്കണോമിക് കണ്ടീഷൻസൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയുടെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ എക്കണോമിക് കണ്ടീഷൻ, പൊളിറ്റിക്കൽ കണ്ടീഷൻ, ഇതിനെയൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട് ലോകത്തിൽ പ്രധാനമായിട്ടും ജർമ്മനിയിലും ഇറ്റലിയിലും ഫോർമേഷൻ ചെയ്ത രൂപം കൊണ്ട രണ്ട് ഐഡിയോളജീസ്, ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. സാമ്പത്തിക തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഇവയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കി. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്കൊക്കെ കാരണമായത് വേൾഡിലെ മൊത്തത്തിലുള്ള എക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തികമായിട്ടുള്ള ഒരു തകർച്ച. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാരണങ്ങളുടെ ഭാഗമായി ഏകാധിപതികളിലേക്ക്, ഹിറ്റ്ലറെയും മുസോളിനിയെയും പോലുള്ള ഏകാധിപതികളുടെ കൈകളിലേക്ക് ലോകത്തിൻ്റെ ഭരണം പ്രധാനമായിട്ടും ഇറ്റലിയിലും ജർമ്മനിയിലും പോകുന്നു എന്നുള്ളതാണ്. എന്താ നമുക്ക് നോക്കാം. കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം. ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും കോമൺ ഫീച്ചേഴ്സ്: എഗനിസ്റ്റ് സോഷ്യലിസം ആൻഡ് നാഷണലിസം. പ്രധാനമായിട്ടും ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടും ഒക്കെയുള്ള ഒരു എതിർപ്പ് നമുക്ക് കാണാൻ പറ്റും. എഗനിസ്റ്റ് സോഷ്യലിസം ആൻഡ് നാഷണലിസം. ക്രൈസ് ഫോർ വാർ ആൻഡ് ജസ്റ്റിഫൈയിങ് വാർ. ക്രൈസ് ഫോർ വാർ ആൻഡ് ജസ്റ്റിഫൈ വാർ. അഡ്രോയിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്. Propagate ideologies through different media. Propagate ideologies through different medias. Military dictatorship. Destruction of political rivals. അതായത് ഫാസിസം പ്രധാനമായിട്ടും ഇതിൻ്റെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ജനാധിപത്യത്തോടും ഉള്ള വിരോധം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, അതുപോലെ രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, തങ്ങളുടെ വംശമാണ്, തങ്ങളുടെ ജാതിയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനം, അതായത് വംശ മഹിമ ഉയർത്തിപ്പിടിക്കൽ, യുദ്ധമാണ് ഏറ്റവും നല്ല ഐഡിയോളജി, അല്ലെങ്കിൽ യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്രമായ ദേശീയത പ്രചരിപ്പിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, അതായത് പാസ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഴയ കാര്യങ്ങളിലേക്ക് ലോകത്തെ കൊണ്ടുപോകൽ. അതുപോലെ കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം, ആർട്ട്, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം. സൈനിക സ്വേച്ഛാധിപത്യം, സൈനികരെ തന്നെ തങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ച് തങ്ങൾക്കെതിരായിട്ടുള്ളവരെ അടിച്ചമർത്തൽ. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, അതായത് തങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നവരെ
കൊന്നുകളയുക. അപ്പം ഇത്തരത്തിൽ ഏറ്റവും നീചവും ഹീനവുമായിട്ടുള്ള പ്രവൃത്തികളാണ് ഫാസിസ്റ്റുകൾ ലോകത്തിൽ പ്രധാനമായിട്ടും ഈ ജർമ്മനിയിലും ഇറ്റലിയിലുമൊക്കെ ഈ 2 ഐഡിയോളജിയിലൂടെ നടപ്പിലാക്കുവാൻ ശ്രമിച്ചത്. നമുക്കറിയാം മുസോളിനിയുടെ ഫാസിസം പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് മുസോളിനിയുടെ ഐഡിയോളജിയാണ് പറയുന്നത്. എന്താണ്? പുരുഷന് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഒരു സ്ത്രീ അമ്മയാകുന്നതിന് തുല്യമാണ്, അത്രത്തോളം പ്രാധാന്യം യുദ്ധത്തിനുണ്ട്, അത് പുരുഷൻ അത്രത്തോളം ധീരനായിട്ട് മാറണം എന്നുള്ള ഐഡിയോളജിയൊക്കെയാണ് അവർ ലോകത്തിൽ പ്രചരിപ്പിച്ചത്. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളിലൂടെ ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലേറാനുണ്ടായ സാഹചര്യം നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഐഡിയോളജിയിലൂടെയൊക്കെയാണ് ആൾക്കാരെ കയ്യിലെടുത്തുകൊണ്ട് പ്രധാനമായിട്ടും ഇറ്റലിയിലും ജർമ്മനിയിലുമൊക്കെ ഈ പ്രസ്ഥാനങ്ങൾ വളരുവാൻ ഇടയാക്കിയത്. സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഫാസിസ്റ്റ് പാർട്ടി കെയിം ടു പവർ ഇറ്റലി. എങ്ങനെയാണ് ഇറ്റലിയിൽ ഇത് വളരുവാൻ ഇടയാക്കിയെന്ന് നോക്കാവുന്ന. ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. 1-ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ആശയം. സെക്കൻഡ് പറയപ്പെടുന്നത് പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ കെപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെൻറ്. അതായത് യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. അതുവരെ ഉണ്ടായിരുന്ന ഭരണത്തിൽ പലർക്കും ഉൾക്കൊള്ളാൻ വയ്യാത്ത അവസ്ഥയായി. പലരും ഈ തകർച്ചയുടെയൊക്കെ ഭാഗമായി, തൊഴിലില്ലായ്മയുടെ ഭാഗമായി, അമിതമായ ടാക്സിൻ്റെയൊക്കെ ഭാഗമായി ആ ഭരണകൂടത്തെ വെറുക്കപ്പെട്ടു. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയലിസ്റ്റ്സ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിങ് ടു സോഷ്യലിസം വെയർ പ്രൊമോട്ടഡ് ടു സപ്പോർട്ട് ഓഫ് ഫാസിസം. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. അതാണ് ഈ രാജ്യം ഇനി കമ്മ്യൂണിസം, സോഷ്യലിസ്റ്റ് എല്ലാവരെയും തുല്യരായി കാണുന്ന ഐഡിയോളജിയിലേക്ക് പോകുമെന്നുള്ള ഭയത്തിൻ്റെ ഭാഗമായി സമ്പന്നർ പ്രധാനമായിട്ടും ആരുടെ പിന്നാലെ പോയി? ഫാസിസ്റ്റുകളുടെ പിന്നാലെ പോയി എന്നുള്ളത്. അതായത് ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിങ് ടു സോഷ്യലിസം വെയർ പ്രൊമോട്ടഡ് ടു സപ്പോർട്ട് ഫാസിസം. അപ്പോൾ അത്തരത്തിലാണ് പ്രധാനമായിട്ടും ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാനുണ്ടായ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ആണ് എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികളാണ് പ്രധാനമായിട്ടും കൈക്കൊണ്ടത്. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. പ്രധാനമായിട്ടും അഹിംസാത്മകമായിട്ടുള്ള പ്രവണതകൾ. സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും അതുപോലെ പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യവും. പഴയ സാമ്രാജ്യത്തെ പുനഃസ്ഥാപിക്കുകയും തങ്ങളുടെ ശത്രുക്കളെയൊക്കെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി മുസോളിനി മുന്നിട്ടിറങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു. പ്രധാനമായിട്ടും പല പ്രാചീന മുദ്രകളുമൊക്കെ സ്വീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് വന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചു. എതിരാളികളെ അടിച്ചമർത്തി. അതായത് ഫാസിസ്റ്റ് ആശയങ്ങൾ, ഐഡിയോളജീസ് നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്നറിയപ്പെടുന്ന
ഒരു സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തുകയും അക്രമോത്സുകമായ വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്തോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചുകൊണ്ട് പല പ്രദേശങ്ങളും പിടിച്ചെടുക്കാനുള്ള ശ്രമം മുസോളിനി നടത്തി എന്നുള്ളതാണ്. ഇറ്റലിയുടെ സാമ്രാജ്യത്വമോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഇറ്റലിയുടെ ഈ സാമ്രാജ്യത്വം, പിടിച്ചെടുക്കൽ തന്ത്രം ലോകത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മുസോളിനി ആൻഡ് ഹിസ് പോളിസീസ് നോക്കുമ്പോൾ, മുസോളിനി ബിക്കം ദ റൂളർ ഇൻ ഇറ്റലി. ഹി ഇംപ്ലിമെൻറ്റഡ് ഡിസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദ political and economic field of Italy. He introduced fascism and fascist strategies such as violence and ferocity. Those who opposed fascist party were executed. നമുക്കെതിരായിട്ട് നിൽക്കുന്നവരെയൊക്കെ എന്ത് ചെയ്തു? അവർ തകർക്കാൻ നോക്കി. സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വെയർ കൺസിഡേർഡ് ആസ് എനിമീസ്. കമ്മ്യൂണിസ്റ്റുകാരെയും തൊഴിലാളികളെയൊക്കെ ശത്രുക്കളായി കണ്ടു. ദ എയിം ഓഫ് മുസോളിനി വാസ് ദ റീസ്റ്റോർ ഏൻഷ്യൻ്റ് റോമൻ എംപയർ. ആസ് പാർട്ട് ഓഫ് ദിസ് ദ അഡോപ്റ്റഡ് സെവറൽ സിംബിൾസ് ഓഫ് റോമൻ എംപയർ. റോമാ സാമ്രാജ്യത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റലിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതുപോലെ ഹി ഓർഗനൈസ്ഡ് അൻ ആർമി കാൾഡ് ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ അദ്ദേഹം ഓർഗനൈസ്ഡ് ചെയ്ത ആർമിയെ പറയുന്ന പേരെന്താണ്ട്? കരിങ്കുപ്പായക്കാർ, അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ്. ഹി ഫോളോവ്ഡ് അഗ്രസീവ് ഫോറിൻ പോളിസി ആൻഡ് ഇൻവേഡഡ് എത്തോപ്യ, അൽബേനിയ. അല്ലേ? പ്രധാനമായിട്ടും വിദേശ പിടിച്ചെടുക്കലിൻ്റെ ഭാഗമായി എത്യോപ്യയും അൽബേനിയയൊക്കെ രാജ്യങ്ങൾ ആക്രമിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തെ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് മുസോളിനി പ്രധാനമായിട്ടും ഫാസിസം എന്ന ഐഡിയോളജിയിലൂടെ ശ്രമിച്ചതെന്ന് നമുക്കിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കുകയും അതെല്ലാം നോട്ട് തരുന്നതിന് മുമ്പായിട്ട് കുറിച്ച് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് വോയിസ് ഇടേണ്ടതും ആണ്.